നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അടുക്കളയിൽ നിന്നും ഗ്യാസ് കമ്മിയാക്കി അമല മുറിയിലേക്ക് ഓടിച്ചെന്നു. കൈകൾ ചുരിദാർ ടോപ്പിൽ തുടച്ചുകൊണ്ട് ഫോൺ എടുത്തു നോക്കി. അനുശ്രീ എന്ന പേര് കണ്ടതും അമല ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ അനുശ്രീ. ഹലോ അമല, എന്തൊക്കെയാ വിശേഷങ്ങൾ? കുറെ ആയല്ലോ നിന്നെ കണ്ടിട്ട്, ഇപ്പൊ ഗ്രൂപ്പിലും വരാറേയില്ല. അനുശ്രീ ചോദിച്ചു. സുഖമായിരിക്കുന്നു. നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഞാനും സുഖമായിരിക്കുന്നു. നീ ഇപ്പൊ ഗ്രൂപ്പിലൊന്നും വരാറില്ലല്ലോ, അതുകൊണ്ട് വെറുതെ വിളിച്ചതാ. ഹസ്സും മോളും എവിടെ? എന്ത് വിശേഷം? അങ്ങനെ പോകുന്നു. മോൾ സ്കൂളിൽ പോയി. ഏട്ടന് പോകാൻ സമയമായി. നീ തിരക്കിലാണെങ്കിൽ ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം, അനുശ്രീ പറഞ്ഞു. ഓക്കേടാ, ഇന്ന് ഞാൻ ഏട്ടൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അമല ഫോൺ കട്ട് ചെയ്ത് അടുക്കളയിലേക്ക് പോയി. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് എവിടെ പോയി കിടക്കുക അമല നീ? ദേഷ്യത്തോടെ നിൽക്കുന്ന അമ്മായിയമ്മയെ കണ്ടതും അമല പരിഭ്രമത്തോടെ വേഗം കുറച്ച് വെള്ളമെടുത്ത് ദോശക്കല്ലിലേക്ക് തെളിച്ചു. അമ്മ, ഞാൻ ഫോൺ വന്നപ്പോ ആരാണെന്ന് നോക്കാൻ പോയതാ. ഗ്യാസിന്റെ വിലക്ക് ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ട് പോയാൽ പിന്നെ എല്ലാം അടുപ്പിലുണ്ടാക്കേണ്ടി വരും, ലക്ഷ്മി അമ്മ നീരസത്തോടെ പറഞ്ഞു. സിദ്ധു എവിടെ? ലക്ഷ്മി അമ്മ ചോദിച്ചു. സിദ്ധുവേട്ടൻ കുളിക്കണമ്മേ. അവരിന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇന്ന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞത്. സിദ്ധു കുളി കഴിഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ സിറ്റൗട്ടിൽ പോയിരുന്നു. അമല വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ധൃതിയിൽ ദോശ ചുടലും ചമ്മന്തി അരക്കലും ഒരുമിച്ച് ചെയ്തു. അല്പസമയം കഴിഞ്ഞതും സിദ്ധു കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നു. ദോശ ചുട്ടുകൊണ്ടിരുന്ന അമലയുടെ പുറകിൽ പതിയെ ചെന്ന് സിദ്ധു അവളുടെ ഇടുപ്പിൽ ഒരു നുള്ളു കൊടുത്തു. പെട്ടെന്ന് അവൾ അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എന്താ ഏട്ടാ ഇത്? ഇങ്ങനെ ഇക്ലിയാക്കല്ലേ എന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിസരം പറഞ്ഞ് നിലവിളിച്ചു പോകും. അമ്മ കേട്ട എന്താ വിചാരിക്കുക? അമ്മനെ പറഞ്ഞു. അമ്മ എന്ത് വിചാരിക്കാൻ? അമ്മയെ പണ്ട് അച്ഛൻ ഇക്കിളിപ്പെടുത്തിയത് ഓർക്കും, അത്ര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു അമലയെ ചേർത്ത് പിടിച്ചു. അയ്യടാ, റൊമാൻസിന് പറ്റിയ നേരം. എന്നെ വിട്ടേ, എന്റെ ദോശ കരിയുന്നു. അപ്പോഴേക്കും അവരുടെ ഇടയിലേക്ക് മോനെ സിദ്ധു എന്ന് വിളിച്ചുകൊണ്ട് ലക്ഷ്മിയമ്മ വന്നു. പെട്ടെന്ന് അമല സിദ്ധുവിന്റെ കൈ തട്ടി മാറ്റി വെപ്രാളത്തോടെ ദോശയെടുത്ത് കാസറോളിലിട്ടു. എന്താ അമ്മ? പരിഭ്രമത്തോടെ സിദ്ധു ചോദിച്ചു. ഇന്ന് നീ കുറച്ച് നേരത്തെ വരുമോ? എന്തിനാ അമ്മേ? സാവിത്രിയുടെ അടുത്തേക്കൊന്ന് പോണം. അവൾക്ക് 2-3 ദിവസമായി പനിയാണത്രേ. നമുക്ക് വൈകുന്നേരം ഒന്ന് അവിടെ വരെ പോകാം. ശരി അമ്മേ, ഞാൻ നേരത്തെ വരാം. ചേച്ചി ഡോക്ടർ ഒന്നും കണ്ടില്ലേ? ഇല്ല, രവിക്ക് ലീവില്ല. നമുക്ക് എന്തായാലും വൈകുന്നേരം പോയിട്ട് അവൾക്ക് പനി കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ശരി അമ്മേ. അച്ഛൻ എവിടെ? സിദ്ധു ചോദിച്ചു. അച്ഛൻ രാവിലെ തന്നെ കുമാരനെ അന്വേഷിച്ച് പോയിരിക്കുകയാണ്. തേങ്ങയിടാൻ വിളിച്ചിട്ട് എത്ര ദിവസമായി? അത് കഴിഞ്ഞ് പെൻഷൻ ഓഫീസിൽ പോയിട്ടേ വരൂ, ലക്ഷ്മി അമ്മ പറഞ്ഞു. കഴിക്കാൻ എടുക്കട്ടെ അമ്മേ? അമല ചോദിച്ചു. എടുത്തോ, അച്ഛൻ വരാൻ വൈകും എന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മ ഡൈനിങ് ടേബിളിൽ പോയിരുന്നു. പിന്നാലെ സിദ്ധുവും ടേബിളിൽ പോയിരുന്നു. അവർക്കുള്ള പ്ലേറ്റും ദോശയും ചട്നിയും ചമ്മന്തിയും എല്ലാം അമല ടേബിളിൽ കൊണ്ടുവച്ചു. ലക്ഷ്മി അമ്മയും സിദ്ധുവും ഭക്ഷണം കഴിച്ചു. അമല സിദ്ധുവിന് കൊണ്ടുപോകാനുള്ള ചോറും കറികളും പാത്രത്തിലാക്കി സിദ്ധുവിന്റെ ബാഗിൽ വെച്ചു. സിദ്ധു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അമല വേഗം സിദ്ധുവിനുള്ള പാൻറ്റും ഷർട്ടും എടുത്തു കൊടുത്തു. കഴുകി ഉണക്കിയ ചെരുപ്പ് സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ലക്ഷ്മിയമ്മയ്ക്കുള്ള ഗുളികയും വെള്ളവും എടുത്തു കൊടുത്തു. അമ്മേ, ഞാൻ പോയിട്ട് വരാം, സിദ്ധു അമ്മയോട് പറഞ്ഞു. അമല ബായ്. അമലയോടും യാത്ര പറഞ്ഞ് സിദ്ധു പോയി. അമല ഒരു ദീർഘനിശ്വാസത്തോടെ ഡൈനിങ് ടേബിളിലിരുന്നു. 2 ദോശ എടുത്ത് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞതും പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് വീട് മുഴുവൻ അടിച്ചു വാരി തുടച്ചിട്ടു. സിദ്ധുവിൻ്റെയും മകളുടെയും ഡ്രസ്സുകൾ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചു. ലക്ഷ്മി അമ്മയുടെയും അച്ഛൻ്റെയും അമലയുടെയും ഡ്രസ്സുകൾ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടു. സോപ്പ് പൊടിയിൽ മുക്കി വെച്ച ഡ്രസ്സുകൾ അലക്കിയെടുത്ത് അമല കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് വന്നതും സമയം 11:30 ആയിരിക്കുന്നു. വേഗം ചായ വെച്ച് അമ്മയ്ക്ക് കൊടുത്തു. അച്ഛൻ ഉച്ചയ്ക്ക് എത്തില്ലേ അമ്മേ? അമല ചോദിച്ചു. ഉച്ചയാകുമ്പോഴേക്കും എത്തും. പിന്നെ ഞാൻ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. സാവിത്രിക്ക് വയ്യാതെ കിടക്കുകയല്ലേ, പോകുമ്പോൾ കുറച്ച് അരി ആട്ടിയത് കൊണ്ടുപോകാം. കുറച്ച് സാമ്പാർ കൂടി വെച്ചാലോ അമ്മേ? പോകുമ്പോൾ കൊണ്ടുപോയാൽ ചേച്ചിക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2 ദിവസം കൂട്ടാമല്ലോ. അത് നന്നായി. എന്നാൽ നീ ആ പച്ചക്കറികൾ ഇങ്ങോട്ട് കൊണ്ടുപോയോ, ഞാൻ മുറിച്ചു തരാം. അമല വേഗം ഫ്രിഡ്ജിൽ നിന്നും പച്ചക്കറികൾ എടുത്ത് ഒരു മുറത്തിലിട്ട് TV കാണുകയായിരുന്ന ലക്ഷ്മി അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമലയും TV കാണാൻ അമ്മയോടൊപ്പം ഇരുന്നു. പെട്ടെന്നാണ് രാവിലെ അനുശ്രീ വിളിച്ച കാര്യം അമലയ്ക്ക് ഓർമ്മ വന്നത്. വേഗം മുറിയിൽ പോയി ഫോൺ എടുത്ത് അനുശ്രീയെ വിളിച്ചു. ഹലോ അനുശ്രീ. നിന്റെ തിരക്കെല്ലാം കഴിഞ്ഞോ? ഹസ് പോയോ?
ഹാ, ഏട്ടൻ പോയി. ഏട്ടനും മോളും പോയാൽ പിന്നെ തിരക്കൊന്നുമില്ല. പണിയെല്ലാം കഴിഞ്ഞു. ഇപ്പം വെറുതെ ഇരിക്കുന്നു. മോളെ സ്കൂളിൽ ചേർത്തിയല്ലേ? അനുശ്രീ ചോദിച്ചു. ആ, ചേർത്തി, LKGയിൽ. നിന്നെ ഇപ്പം എന്താ ഗ്രൂപ്പിലൊന്നും കാണാത്തത്? പകൽ മെസ്സേജ് അയച്ചാൽ നിങ്ങളാരും ഉണ്ടാകില്ല. വൈകുന്നേരം പിന്നെ മോള് കെട്ടനൊക്കെ വന്നാൽ പിന്നെ ഫോണൊന്നും നോക്കാൻ എനിക്ക് സമയം ഉണ്ടാകില്ല. അതുകൊണ്ട് വാട്സപ്പിലൊന്നും അധികം വരാറില്ല. ഡാ, പിന്നെ എനിക്ക് ജോലി കിട്ടി. ആ വിവരം പറയാനാണ് വിളിച്ചത്. ആഹാ, ഗുഡ് ന്യൂസ് ആണല്ലോ. എന്ത് ജോലിയാ? എവിടെയാ? അമല ആവേശത്തോടെ ചോദിച്ചു. കണിയാപുരത്ത് സഹകരണ ബാങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് അടുത്ത മാസം ജോയിൻ ചെയ്യണം. അനുശ്രീക്ക് ജോലി കിട്ടിയതറിഞ്ഞപ്പോൾ അമലയുടെ മനസ്സിൽ ചെറിയൊരു നിരാശ തോന്നി. സൺഡേ ചെറിയൊരു പാർട്ടിയുണ്ട്. നീ വരുമോ? നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, അനുശ്രീ പറഞ്ഞു. സൺഡേ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. നോക്കട്ടെ, ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് വിവരം പറയാം, അമല നിരാശയോടെ പറഞ്ഞു. മോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ? നിനക്കിനി വല്ല ജോലിയും നോക്കിക്കൂടെ? സമയം വെറുതെ കളയണ്ട, അനുശ്രീ പറഞ്ഞു. ആ, നോക്കണം. PSC എഴുതണം. ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അമല പറഞ്ഞു. നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ചാലൊന്നും അത്ര പെട്ടെന്ന് PSC ജോബ് കിട്ടില്ല. അടുത്ത് വല്ല PSC ക്ലാസ് ഉണ്ടെങ്കിൽ പോകൂ. അതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ തന്നെ എത്ര കാലമായി ക്ലാസ്സിൽ പോകുന്നു. ഇപ്പോഴല്ലേ കിട്ടിയത്. പിന്നെ എല്ലാം ഒരു ഭാഗ്യമാണ്. നമ്മുടെ കൂടെ പഠിച്ച സീതുവിനെ ഓർമ്മയുണ്ടോ നിനക്ക്? ഏത്, 10ലെ സീതുവോ? അമല ചോദിച്ചു. ഹാ, അവള് തന്നെ. ഞാൻ ഇന്നലെ കണിയാപുരത്ത് വെച്ച് അവളെ കണ്ടിരുന്നു. അവളിപ്പോ ടീച്ചറാണ്. അവൾ ടീച്ചറോ? അമല ആശ്ചര്യത്തോടെ ചോദിച്ചു. ഹാ, ഞാനും അതും കേട്ടപ്പോൾ ഞെട്ടിപ്പോയി, അനുശ്രീ പറഞ്ഞു. ഒരു വസ്തു പഠിക്കാത്ത പെണ്ണായിരുന്നില്ലേ അവൾ? 10ലും പൊട്ടി, +2ലും പൊട്ടി. പിന്നെ അവൾ തുന്നലിൽ പോവുകയായിരുന്നില്ലേ? അമല ചോദിച്ചു. ഹാ, തുന്നലിന് പോയിരുന്നു. പക്ഷെ പിന്നെ അടുത്ത വർഷം അവൾ പോയ പേപ്പറെല്ലാം എഴുതിയെടുത്തു. പിന്നെ പ്രൈവറ്റായി TTC ചെയ്തു. അത് കഴിഞ്ഞ് അവൾക്കൊരു കല്യാണം വന്നു. അവളുടെ അച്ഛൻ്റെ കൂട്ടുകാരുടെ റിലേഷനിലുള്ളതാണ്. അവർ ഫാമിലിക്കാർക്ക് സ്കൂൾ ഉണ്ടത്രേ. കല്യാണം കഴിഞ്ഞ് അവർ അവളെ കൊണ്ട് ഡിഗ്രി എടുപ്പിച്ചു. ഇപ്പോൾ ആ സ്കൂളിൽ അവൾക്ക് ജോലിയും കിട്ടി. ഇതൊക്കെയാ മോളെ ഭാഗ്യം, അനുശ്രീ പറഞ്ഞു. പഠിക്കുന്ന സമയത്ത് എല്ലാവരും എത്ര കളിയാക്കിയിട്ടുണ്ട് അവളെ. അതാണ്, നമ്മൾ കരുതുന്ന പോലെയല്ല ജീവിതം. പഠിക്കാത്ത ഒരുപാട് പിള്ളേർ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാവും. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള നന്നായി പഠിച്ച പലരും ഒന്നും ആവാതെയും നടക്കുന്നു. ആ വൈശാഖിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് ഓർക്കും. 10th മാത്സിൽ അന്ന് ഫുൾ മാർക്ക് മേടിച്ച ഒരൊറ്റ കുട്ടിയല്ലേ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇന്ന് അച്ഛൻ്റെ കൂടെ സെൻറ്ററിങ് പണിക്ക് പോകുന്നു. അവനൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നല്ലൊരു പൊസിഷൻ എത്തിയെന്നെ, അമല പറഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാ. ഡാ, നീയൊക്കെ എന്ത് നന്നായി പഠിച്ച കുട്ടിയാണ്. ഇങ്ങനെ വെറുതെ ഇരുന്ന് ലൈഫ് സ്പോയിൽ ചെയ്യല്ലേ, അനുശ്രീ വീണ്ടും അമലയെ ഉപദേശിച്ചു. ഇല്ലടാ, എന്തായാലും ട്രൈ ചെയ്യണം, അമല പറഞ്ഞു. നിന്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടോ? അമല ചോദിച്ചു. ഇല്ല, ഏട്ടൻ നെക്സ്റ്റ് മന്ത് ആണ് ലീവുള്ളത്. നീ എന്തായാലും സൺഡേ വരണേ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാകും. കഴിയുന്നതും നീ മിസ്സാക്കല്ലേ. ഞാൻ നോക്കാം. ഏട്ടൻ വന്നിട്ട് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ വിവരം പറയാം. എന്നാൽ ഞാൻ ബാക്കി വിവരങ്ങൾ ഗ്രൂപ്പിലിടാം എന്ന് പറഞ്ഞ് അനുശ്രീ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അമല തൻ്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു. ഇടയ്ക്കെല്ലാം ആ ഓർമ്മകൾ അമലയെ അലട്ടാറുണ്ടെങ്കിലും ഇത്തവണ വല്ലാതെ അമലയെ നൊമ്പരപ്പെടുത്തി. കാരണം അമലയ്ക്ക് സ്കൂൾ കാലഘട്ടത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിനെല്ലാം പ്രിയപ്പെട്ട കുട്ടി, ക്ലാസ്സിലെ ടോപ്പർ. ഓർമ്മ വെച്ച നാൾ തൊട്ട് ഒരേ ഒരു ആഗ്രഹം, ടീച്ചറാവണം. ആ ലക്ഷ്യത്തോടെ പഠിച്ചു. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. മനസ്സിൽ ഒരു നൊമ്പരമായി മാത്രമേ അവൾക്ക് ആ കാലഘട്ടം ഇന്ന് ഓർക്കാൻ കഴിയൂ. 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. വെറുമൊരു കുടുംബിനിയിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. 21 വയസ്സിനുള്ളിൽ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 38 വയസ്സിലെ കല്യാണം കഴിയൂ എന്ന് പറഞ്ഞ് വീട്ടുകാരെ ഭയപ്പെടുത്തിയ കുടുംബത്തിൽ തന്നെയുള്ള ഒരു ജോത്സ്യനെ മനസ്സുകൊണ്ട് പലപ്പോഴും അമല പ്രാഗിയിട്ടുണ്ട്. ജോലിക്ക് പോകുന്ന പെൺകുട്ടികളെ കാണുമ്പോഴെല്ലാം അമലയുടെ മനസ്സിടറും. പഠിക്കണം, എനിക്കൊരു ടീച്ചറാവണം, എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്നൊക്കെ അച്ഛനോടും അമ്മയോടും കരഞ്ഞു പറഞ്ഞിട്ടും അവർ ജോത്സ്യൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് തന്നെ കല്യാണം നിർബന്ധിച്ചു. കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്നായിരുന്നു അവരുടെ വാദം. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം മാറി. തൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലൊതുക്കി വെക്കേണ്ടി വന്നു. അമലയുടെ കണ്ണുകൾ നിറഞ്ഞു. അമല, ദേ അച്ഛൻ വന്നു, ലക്ഷ്മി അമ്മ വിളിച്ചു പറഞ്ഞു. അമല വേഗം കണ്ണുകൾ തുടച്ച് അച്ഛൻ്റെ അരികിലേക്ക് പോയി. ചായ എടുക്കട്ടെ അച്ഛ? അമലൻ ചോദിച്ചു. വേണ്ട മോളെ, ചോറുണ്ണാനായില്ലേ, ഇനി ചായ വേണ്ട.
ചോറ് വിളമ്പിക്കോ. അച്ഛൻ പറഞ്ഞത് കേട്ട് അമല അടുക്കളയിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചതിനു ശേഷം ലക്ഷ്മി അമ്മ കിടക്കാൻ പോയി. അച്ഛൻ സിറ്റൗട്ടിലെ ചാരുകസേരയിലും കിടന്നുറങ്ങി. അമല കുറച്ചുനേരം ഫോൺ നോക്കി കിടന്നതിന് ശേഷം അമല അരിയും ഉഴുന്നും കഴുകി ആട്ടാൻ ഗ്രൈൻഡറിലിട്ടു. സാമ്പാർ വെക്കാൻ ഒരുങ്ങി. അരി ആട്ടിയതും സാമ്പാറും സാവിത്രിക്ക് കൊണ്ടുപോകാനായി അമല പാത്രത്തിലാക്കി വെച്ചു. വൈകുന്നേരം സിദ്ധു വന്നതും അവർ എല്ലാവരും കൂടി സാവിത്രിയുടെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി, ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അമല സിദ്ധുവിന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ചോദിച്ചു. എന്താണ്? സ്നേഹത്തോടെ സിദ്ധു ചോദിച്ചു. അനുശ്രീ വിളിച്ചതും അവൾക്ക് ജോലി കിട്ടിയതും പാർട്ടിയുടെ കാര്യവും അമല സിദ്ധുവിനോട് പറഞ്ഞു. അപ്പൊ കല്യാണത്തിന് പോകണ്ടേ? കല്യാണത്തിന് പോയില്ലെങ്കിൽ അമ്മ ചീത്ത പറയും. ഫ്രണ്ട്സിന് പിന്നെയും പോയി കാണാമല്ലോ. കല്യാണത്തിന് പോകാതിരിക്കാൻ പറ്റില്ല, സിദ്ധു പറഞ്ഞു. അത് കേട്ട് നിരാശയോടെ അമല കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞ്, ഏട്ടാ പിന്നൊരു കാര്യം, അമല മടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാവർക്കും ജോലിയായി. ഇത്രയും നാൾ മോളുടെ പേര് പറഞ്ഞ് ഒരു ജോലിക്കും ശ്രമിച്ചില്ല. അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ? ഇനി ഞാൻ വല്ല ജോലിക്കും പൊക്കോട്ടെ? അമല ചോദിച്ചു. ജോലിക്ക് പോവേണ്ട ആവശ്യമുണ്ടോ നിനക്കിവിടെ? നീ ജോലിക്ക് പോയാൽ പിന്നെ ഇവിടെ ആരാ അമ്മയ്ക്ക് കൂട്ടിന്? അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല നീ ജോലിക്ക് പോകുന്നതൊന്നും. എനിക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ. നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്തു തരുന്നില്ലേ? പിന്നെ എന്തിനാ നീ ജോലിക്ക് പോകുന്നത്? ഏട്ടാ ഇവിടെ അമ്മയ്ക്ക് കൂട്ട് അച്ഛനില്ലേ? അത് പറഞ്ഞ നീ ജോലിക്ക് പോകുന്നത് നടക്കുന്ന കാര്യമല്ല. അതെന്താ നടക്കാത്തത്? പെണ്ണ് നോക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പഠിക്കണം, ജോലിക്ക് പോകണം എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ അമ്മ വേണ്ടെന്ന് പറഞ്ഞില്ലാലോ? നിങ്ങളെ എതിർപ്പ് പറഞ്ഞില്ലാലോ? അമല വിഷമത്തോടെ ചോദിച്ചു. അതൊക്കെ അന്നല്ലേ. ഇപ്പൊ നീ ജോലിക്ക് പോകേണ്ട ആവശ്യം എന്താ ഇവിടെ? സിദ്ധു ചോദിച്ചു. ആവശ്യമില്ലല്ലോ ഏട്ടാ, എൻ്റെ ആഗ്രഹമല്ലേ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ പഠിച്ചത്. അമല പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ, വേണ്ട അമല, നമ്മൾ ഈ സംസാരം പല കുറി ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ വഴക്കിൽ അത് അവസാനിച്ചിട്ടുള്ളൂ. നീ ജോലിക്ക് പോയാൽ അമ്മ ഇവിടെ ആര് നോക്കും? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയോട് ചോദിച്ചോ, അമ്മ സമ്മതിച്ചാൽ നീ ജോലിക്ക് പൊയ്ക്കോ, സിദ്ധു തറപ്പിച്ചു പറഞ്ഞു. അമ്മ സമ്മതിക്കില്ലെന്ന് ഏട്ടനറിയാലോ, അമല വിഷമത്തോടെ പറഞ്ഞു. പിന്നെ അവർക്കിടയിൽ മൂകത നിറഞ്ഞു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞു കിടന്നു. ഞായറാഴ്ച ദിവസം കല്യാണത്തിന് പോയി വന്നതും അമല അനുശ്രീയെ വീഡിയോ കോൾ വിളിച്ച് ഫ്രണ്ട്സിനെ എല്ലാവരെയും കണ്ടപ്പോൾ കുറച്ചു നേരം എല്ലാവരോടും സംസാരിച്ചപ്പോൾ അമലയ്ക്ക് ഒത്തിരി സന്തോഷമായി. മനസ്സിന് ഒരു കുളിർമ കിട്ടിയതുപോലെ അമലയ്ക്ക് തോന്നി. ഫോൺ വെച്ചതിനു ശേഷം അമല അമ്മയെ ഫോൺ വിളിച്ചു. അമ്മേ. എന്താ മോളെ? അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ? അമ്മ ഇവിടെ സിദ്ധുവേട്ടൻ്റെ അമ്മയോട് ഒന്ന് സംസാരിക്കോ? എനിക്കൊരു ജോലിക്ക് പോകണം അമ്മേ. ഇത്രയും നാൾ ഞാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ ആഗ്രഹം മാറ്റിവെച്ചില്ലേ? അമല വിനയപൂർവ്വം പറഞ്ഞു. അതിന് സിദ്ധുവിനും അമ്മയ്ക്കും ഇഷ്ടമല്ല എന്നല്ലേ നീ പറയാറുള്ളത്? അതുകൊണ്ടല്ലേ അമ്മയും അച്ഛനൊന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചത്. ഞങ്ങൾ എന്തു പറയാനാണ്? നിന്നെ സിദ്ധു നന്നായി നോക്കുന്നില്ലേ? സ്നേഹിക്കുന്നില്ലേ? നിനക്കും മോൾക്കും വേണ്ടതെല്ലാം ചെയ്തു തരുന്നില്ലേ? നിനക്ക് എന്താ അവിടെ ഒരു കുറവ്? അവർക്കിഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ മോള് വെറുതെ ഒരു വഴക്കുണ്ടാക്കുന്നത്? അമ്മ പറഞ്ഞു. അമ്മേ, എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. അനുശ്രീക്കും ജോലി കിട്ടി. അവളൊക്കെ ജസ്റ്റ് പാസ്സായിരുന്നില്ലേ? എന്നിട്ടും ഇപ്പോൾ അവൾ നല്ലൊരു ജോലിക്ക് പോകുന്നു. എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് അമ്മേ, എനിക്കൊരു ടീച്ചർ ആവണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ് മോളെ? ഇപ്പം നീ ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ സിദ്ധുവിന് അതിഷ്ടമല്ല. സിദ്ധുവിന് ഇഷ്ടമില്ലാതെ എങ്ങനെയാണ് നീ ജോലിക്ക് പോവുക? പിന്നെ സിദ്ധുവിനെ എതിർത്ത് നിനക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? നിന്റെ ഏട്ടന് കല്യാണം ആലോചിക്കുന്ന സമയമാണ്. പെങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് അറിഞ്ഞാൽ നല്ല ബന്ധം അവന് കിട്ടുമോ? അമ്മ എന്ത് ഈ പറയുന്നത്? അമ്മ കണ്ടിട്ടുള്ളതല്ലേ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട പഠിച്ചത്. എത്ര രാത്രികളിൽ ഉറക്കമൊഴിച്ച് ഞാൻ പഠിച്ച്. ഞാൻ ഇത്രയും മാർക്കോടെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങിയത് അലമാരിയിൽ വെച്ച് പൂട്ടാനല്ല, എൻ്റെ ആഗ്രഹം നടത്താനാണ്. ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട, എനിക്കൊരു ജോലിയാണ് ആവശ്യമെന്ന്. അപ്പോൾ എന്താ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ, ജോലിക്ക് പോകാലോ എന്നൊക്കെ. കല്യാണം കഴിഞ്ഞപ്പോൾ കുട്ടിയായപ്പോൾ മോളെ ആര് നോക്കും ജോലിക്ക് പോയ എന്നായി. അന്ന് ആ കാരണം പറഞ്ഞ് എനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. ഇന്ന് മോൾ സ്കൂളിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഞാൻ ഈ വീട്ടിലിരിക്കുകയല്ലേ. എന്തെങ്കിലും ഒരു ജോലി അതെൻ്റെ സ്വപ്നമാണമ്മേ. ആരും എന്താ അത് മനസ്സിലാക്കാത്തത്? അമല ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെയൊക്കെ തന്നെയാണ് മോളെ ജീവിതം. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതൊന്നും കിട്ടണമെന്നില്ല. ഒരു വിവാഹ ജീവിതമാകുമ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അമ്മ പറഞ്ഞു. ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമാണോ? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആണുങ്ങൾക്ക് മാത്രം.
ഓരോ പെൺകുട്ടിയും ജോലിക്ക് പോകുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് എത്ര പിടയുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയോ? സഹിക്കുകയായിരുന്നു ഇത്രയും നാൾ. മോളെ, അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് നീ നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചത് ഒരു ടീച്ചറാകാനാണ് എന്ന്. പക്ഷേ നിന്റെ ജീവിതം ഇതാണ്, നീ അത് മനസ്സിലാക്ക്. അതല്ല, നിനക്ക് നിന്റെ വാശിയാണ് വലുതെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. പക്ഷെ ഒന്ന് ഓർത്തോ, നിന്റെ ഭാവി നീ നശിപ്പിക്കരുത്. ഒരു കൊച്ചുണ്ട് നിനക്ക്. അമ്മ പോലും തന്റെ ആഗ്രഹം മനസ്സിലാക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ മറുപടിയൊന്നും പറയാതെ വിഷമത്തോടെ അമല ഫോൺ കട്ട് ചെയ്തു. വർഷങ്ങളായി തന്റെ മനസ്സിൽ അടക്കി വെച്ച ആഗ്രഹം സിദ്ധുവിനോടും അമ്മയോടും പറയാൻ അമല തീരുമാനിച്ചു. ഏട്ടാ. എന്താ അമല? ഏട്ടാ, എനിക്ക് ജോലിക്ക് പോയേ പറ്റും. ഞാൻ പഠിച്ചത് വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാനല്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വട്ടം സംസാരിച്ചു കഴിഞ്ഞതല്ലേ. എനിക്ക് എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ഏട്ടാ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് എന്താ നിങ്ങളുടെ പ്രശ്നം? ഇത്രയും നാൾ മോളെ ആര് നോക്കും? നീ ജോലിക്ക് പോയാൽ ഇപ്പൊ നിങ്ങളും മോളും പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയല്ലേ. ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് എന്താ പ്രശ്നം? അമ്മ ആര് നോക്കും അമല? അമ്മയെ നോക്കിയിരിക്കാൻ മാത്രം അമ്മയ്ക്ക് എന്താ വയ്യായിക? അമല, നീ വെറുതെ വഴക്കുണ്ടാക്കാൻ വരില്ലേ? അമ്മ നിന്നോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത്? ജോലിക്ക് പോകുന്നത് ഇത്രയും വലിയ തെറ്റാണോ? ഞാൻ ജോലിക്ക് പോയാലും ഏട്ടന്റെയും അച്ഛന്റെയും അമ്മയുടെയും മോളുടെയും എല്ലാം ഉത്തരവാദിത്തങ്ങളും ചെയ്തോളാം. പകൽ സമയം ഞാൻ വെറുതെ ഇരുന്ന് സമയം കളയല്ലേ. എനിക്കൊരു എന്റർടൈൻമെന്റ് എന്ന പോലെ ഞാനൊരു ജോലിക്ക് പൊയ്ക്കോട്ടെ പ്ലീസ് ഏട്ടാ. അമല, നീ എന്തൊക്കെ പറഞ്ഞാലും നടക്കില്ല. നീ വെറുതെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത് പ്ലീസ്. ഏട്ടന് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. പഠിച്ചതിന്റെ വില ഏട്ടന് മനസ്സിലാവില്ലേ? ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാ പഠിച്ചത്. അത് വെറുതെ ഇരിക്കാനല്ല. നിങ്ങളെപ്പോലെ എനിക്കും പുറത്തു പോകാനും ജോലിക്ക് പോകാനും ഫ്രണ്ട്സായിട്ടിരിക്കാനും സ്വന്തമായി സമ്പാദിക്കാനും എല്ലാം ഞാനും ആഗ്രഹിക്കുന്നു. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലയുമില്ലേ? അമല, എനിക്ക് ഇത് മനസ്സിലാകും. പക്ഷേ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. പിന്നെ ജോലിക്ക് പോകുന്ന അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. വൈകുന്നേരം വരെ ഒടുക്കത്തെ പണിയും മേലുദ്യോഗസ്ഥരുടെ ചീത്തപിടിയും എല്ലാം ഉണ്ടാകും. അതിനേക്കാൾ നല്ലതല്ലേ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്? നിനക്കിവിടെ പണി കഴിഞ്ഞാൽ ഫോണും കണ്ടിരുന്നൂടെ? അതല്ലേ ഏറ്റവും സുഖം. നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നില്ലേ? എന്നാൽ ഏട്ടൻ തന്നെ ഇങ്ങനെ ഇരുന്നോളൂ. ഞാൻ ജോലിക്ക് പൊയ്ക്കോളാം. ജോലിക്ക് പോയിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചു. ഒരു ജോലി അതിന്റെ പാഷനാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? അമല നിരാശയോടെ ചോദിച്ചു. നീ ജോലിക്ക് പോയ ഈ വീട്ടിലെ പണിയെല്ലാം ആരാ ചെയ്യുക? സിദ്ധാർത്ഥിന്റെ ആ ചോദ്യം ഒരു കൂരമ്പ് പോലെ അമലയുടെ ഹൃദയത്തിൽ പതിച്ചു. അപ്പോ പണി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള വെറുമൊരു പണിക്കാരിയാണോ ഞാൻ നിങ്ങൾക്ക്? അമല ചോദിച്ചു. അമല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അർത്ഥമില്ല. നീ വെറുതെ കാട് കയറണ്ട. ശരി, ഞാൻ കാട് കയറുന്നില്ല. പക്ഷേ പിന്നെ എന്താണ് ഏട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം? ജോലിക്ക് പോകുന്നവർ ആരും അവനവന്റെ വീട്ടിലെ പണികൾ ചെയ്യാറില്ലേ? നീ ജോലിക്ക് പോകണമെന്ന് എന്തത്രയും വാശി? നിന്നെ ഞാൻ നോക്കുന്നില്ലേ? ഞാൻ നിന്നെ നോക്കുന്ന നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏട്ടൻ എന്നെ നോക്കുന്നില്ല എന്നോ എന്നോട് സ്നേഹമില്ല എന്നോ ഞാൻ പറയുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട്. അതൊന്നും ഞാനില്ല എന്ന് പറയുന്നില്ല. എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ സംരക്ഷിക്കുന്നില്ല എന്ന അർത്ഥമുണ്ടോ? എൻ്റെ സ്വപ്നമാണ് ഒരു ജോലി. അതെന്താ മനസ്സിലാക്കാത്തത്? എൻ്റെ ഒരു ആഗ്രഹം അതിനെങ്ങനെ മടുക്കേണ്ട കാര്യമുണ്ടോ? അമല, വെറുതെ നമുക്കിടയിൽ ഒരു വഴക്ക് വേണ്ട. നീ ജോലിക്ക് പോകുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല. അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഇവിടുത്തെ പണികളൊന്നും ചെയ്യാൻ വയ്യ. പിന്നെ അമ്മയ്ക്ക് പ്രായമായി വരിക. പിന്നെ നീ ജോലിക്കും പോയാ അമ്മയെ ആരാ നോക്കാൻ? നീ മനസ്സിലാക്കണ്ടേത്. പിന്നെ നീ പഠിക്കുന്ന ജോലിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, വിവരം ഉണ്ടാവാനല്ലേ. നമ്മുടെ മകളെ നന്നായി പഠിപ്പിക്കാൻ നിനക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അമലയെ സിദ്ധു ചേർത്ത് പിടിച്ച്, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. നിനക്ക് എന്തൊക്കെ വേണോ ഞാൻ വാങ്ങിത്തരാം. നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ. അതല്ല, നീ വാശി പിടിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകില്ല. എനിക്ക് അമ്മയുടെ പക്ഷം നിൽക്കാനേ കഴിയൂ. സിദ്ധു പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി സിദ്ധു ഏട്ടാ. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ സ്വപ്നം വേണ്ടെന്ന് വെക്കണമല്ലേ? അമ്മയ്ക്കൊരു മരുമകളെ ആയിരുന്നില്ല, ഒരു ഹോം നഴ്സിനെയും ഒരു പണിക്കാരിയെയുമായിരുന്നു ആവശ്യം. നിങ്ങളെ കല്യാണം കഴിപ്പിച്ചതിലൂടെ അത് രണ്ടും അമ്മ സാധ്യമാക്കി. അമ്മയെ സ്നേഹിക്കേണ്ട എന്നൊരിക്കലും ഞാൻ പറയില്ല. പക്ഷേ അമ്മയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഇല്ലാതാക്കരുതായിരുന്നു. പിന്നെ ഏട്ടൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ നിന്നെ നല്ലോണം സ്നേഹിക്കുന്നില്ലേ എന്ന്. ആ സ്നേഹം എന്നെ തളച്ചിടാനുള്ള ചങ്ങലയായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളുടെയും അമ്മയുടെയും കാര്യങ്ങളൊന്നും മുടങ്ങാതെ ചെയ്തപ്പോൾ, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചപ്പോൾ, അതിനുള്ള പ്രതിഫലമായി നിങ്ങൾ എന്നെ സ്നേഹിച്ചു. ഇപ്പോൾ ആദ്യമായി എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി വാശി പിടിച്ചപ്പോൾ
നിങ്ങളുടെ സ്നേഹമെല്ലാം ഇല്ലാതെയായി. ഇതാണോ യഥാർത്ഥ സ്നേഹം? സ്വന്തം സ്വാർത്ഥതകൾക്ക് വേണ്ടി മാത്രമല്ലേ നിങ്ങൾ എന്നെ സ്നേഹിച്ചത്? നീ എന്തൊക്കെയാ പറയുന്നത്? നീ പറയുന്ന പോലെ ഒന്നുമല്ല. വേണ്ട സിദ്ധുവേട്ട, കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട. നിങ്ങൾ ഇത്രയും പഠിച്ച ഒരാളായപ്പോൾ ഞാൻ കരുതി കുറച്ചെങ്കിലും എന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വാല്യൂ കൊടുക്കുന്ന ആളായിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് തെറ്റി. നിങ്ങളുടെ മനസ്സ് മുഴുവൻ സ്വാർത്ഥതയാണ്. സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, അതുമാത്രം. സിദ്ധു മറുപടി ഒന്നും പറയാതെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ദേഷ്യവും സങ്കടവും കടിച്ചമർത്തി ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അമല ബെഡിലിരുന്നു. തന്റെ ആഗ്രഹങ്ങൾ സ്വന്തം മാതാപിതാക്കൾ കൂടി മനസ്സിലാക്കുന്നില്ലല്ലോ. തന്റെ വിവാഹം നടത്താൻ പറഞ്ഞ ജോത്സിനെ അവൾ മനസ്സുകൊണ്ട് പ്രാഗി. ഇതുപോലെ ഇത്ര പെൺകുട്ടികൾ കല്യാണ ബ്രോക്കർമാരെ പ്രാകുന്നുണ്ടാകുമെന്ന് അമല ചിന്തിച്ചു. മോനെ സിദ്ധു, മോള് പറയുന്നതിൽ എന്താ തെറ്റ്? അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. നമ്മുടെ സാവിത്രി ജോലിക്ക് വിടണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ അവൾക്ക് പോകാൻ താല്പര്യമില്ല. അമലയെങ്കിലും പൊക്കോട്ടെ, അച്ഛൻ പറഞ്ഞു. അച്ഛ, അവളെ നോക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, അത് മതി. എനിക്കൊരു ഭാര്യയാണ് ആവശ്യം, അല്ലാതെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്നെക്കാൾ ക്ഷീണിച്ചിരിക്കുന്ന ജോലിക്കാരിയല്ല, സിദ്ധു പറഞ്ഞു. സിദ്ധു, നീ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം എന്ന് മകനോട് പറഞ്ഞുകൊണ്ട് അച്ഛൻ, ലക്ഷ്മി, അമ്മ ഇപ്പൊ ജോലിക്ക് പോകുന്നത് കൊണ്ട് എന്താ പ്രശ്നം? ഇപ്പൊ നമുക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ആ കുട്ടിക്ക് പോണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ, നമ്മളായിട്ട് എന്നെന്ത് മുടക്കുന്നത്? അച്ഛൻ ചോദിച്ചു. അവള് ജോലിക്ക് പോകേണ്ട ആവശ്യം എന്താ ഇവിടെ? സിദ്ധുവിന് തന്നെ ജോലി ഉണ്ടല്ലോ. പിന്നെ ഇവിടെ എന്തിനാ ഒരു കുറവുള്ളത്? കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിനെയും മാതാപിതാക്കളെയും നോക്കി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം. അതാണ് നല്ല പെണ്ണ്. ജോലിക്ക് പോകാൻ ആണുങ്ങളില്ലേ? സാവിത്രി കണ്ടില്ലേ ഭർത്താവിനെയും മക്കളെയും നോക്കിയിരിക്കുന്നത്? അതാണ് നല്ല കുടുംബിനി. ഞാൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് എപ്പോഴെങ്കിലും? നിങ്ങളുടെ വരുമാനത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. നല്ല ഭാര്യമാരായാൽ ഭർത്താവിന്റെ വരുമാനത്തിൽ ഒതുങ്ങി തൃപ്തിപ്പെട്ട് ജീവിക്കണം, അല്ലാതെ അത് പോരാതെ ജോലിക്ക് പോകണമെന്ന് വാശി പിടിക്കുകയല്ല ചെയ്യേണ്ടത്, ലക്ഷ്മി അഹങ്കാരത്തോടെ പറഞ്ഞു. നിന്റെ മനസ്സ് മുഴുവൻ അന്ധകാരമാണ് ലക്ഷ്മി. പൊട്ടക്കിണറ്റിയ തവളയെ പോലെ നിന്റെ മനസ്സ് മുഴുവൻ അജ്ഞതയാണ്. 10ൽ തോറ്റ് നീ എന്ത് ജോലിക്ക് പോകാനാണ്? നിന്നെ പോലെയല്ല അമല. ആ കുട്ടി നല്ല മാർക്കോടെ പാസ്സായതാ. അതിനെ അതിന്റെ ഇഷ്ടത്തിന് വിട്ടുകൂടെ? കഷ്ടപ്പെട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ അതിന്റെ വില അറിയൂ. നീ അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അമലയെ വെറുതെ വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇനി അവൾ ജോലിക്ക് പോകാത്തതിന് കുറവേ ഇവിടെയുള്ളൂ. ജോലിക്ക് പോയിട്ട് വേണം അവളുടെ അഹങ്കാരം ഞാൻ കാണാൻ. ഇപ്പൊ നമ്മൾ പറയുന്നതെല്ലാം അവൾ അനുസരിക്കും, എല്ലാ പണിയും ചെയ്യും. ജോലിക്ക് പോകാൻ തുടങ്ങിയ സമ്പാദ്യം തുടങ്ങിയാൽ പിന്നെ അവൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങും. പിന്നെ അവൾ പറഞ്ഞതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും. അതൊക്കെ മുൻകൂട്ടി കാണണം. അതിനൊന്നുമുള്ള അവസരം കൊടുക്കരുത്. നിന്റെ മനസ്സ് ഇത്രയും ദുഷ്ടതാണെന്ന് ഞാൻ വിചാരിച്ചില്ല, ദേഷ്യത്തോടെ അച്ഛൻ പറഞ്ഞു. അച്ഛ, അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി. ഇപ്പൊ അവൾ നല്ലൊരു ഭാര്യയാണ്. ഇനി ജോലിക്ക് പോയിട്ട് അവൾ എന്നെ ഭരിക്കാൻ തുടങ്ങും. അത് വേണ്ട മോനെ. അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയുടെ വിവരക്കേടാണ് ഇതെല്ലാം എന്ന് പറയാം. നിന്റെ അമ്മയുടെ മനസ്സ് ഒത്തിരി ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഇത്രയും പഠിച്ച് നീ ഇങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കരുത്. അച്ഛ, എനിക്കിഷ്ടമല്ല എൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നത്. അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനുമുള്ള കഴിവ് എനിക്കുണ്ട്. അമല ജോലിക്ക് പോയി തുടങ്ങിയ ഭാവി ഞങ്ങൾക്കിടയിൽ അത് പ്രശ്നങ്ങളെ ഉണ്ടാക്കും. മോനെ, വിവാഹം എന്ന് ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങൾ അടിച്ചമർത്താൻ ലൈസൻസ് അല്ല. മഹാഭാവമാണ് മോനെ ഒരു പെണ്ണിന്റെ കണ്ണീർ വീഴ്ത്തുന്നത്. എൻ്റെ മകന് തിരിച്ചറിവുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അമ്മ, നാളെ കോളേജിൽ ഗേൾസ് ഡേ ആണ്. നല്ലൊരു കോഴ്സ് പറഞ്ഞതായോ? അമലയുടെ മകൾ നന്ദന അമലയോട് ചോദിച്ചു. എഡ്യൂക്കേഷൻ ഇസ് ദ ഓൺലി കീ ടു എംപവർ ഗേൾസ്. സൂപ്പർ, താങ്ക് യു അമ്മ. മോളെ, നിനക്ക് ആരാവാനാണ് ആഗ്രഹം? അമല ചോദിച്ചു. നോ ഡൗട്ട്, ഐ വോണ്ട് ടു ബി എ ടീച്ചർ. അത് കേട്ട് അമല ചെറുചിരിയോടെ മകളെ നോക്കി. അമല എന്ന് വിളിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മ അവിടേക്ക് വന്നു. എന്താ അമ്മേ? അമല ചോദിച്ചു. ആ, നന്ദനമോളും ഉണ്ടോ ഇവിടെ? അമല, എന്നെ ഇപ്പൊ പാർവതി വിളിച്ചിരുന്നു. അവളുടെ മകൻ ഈ ആഴ്ച നാട്ടിൽ വരുന്നുണ്ടത്രേ. അവർ നമ്മുടെ നന്ദനക്കുട്ടിയെ പെണ്ണ് കാണാൻ വരട്ടെ എന്നാ ചോദിക്കുന്നത്. ലക്ഷ്മി അമ്മ അമലയോട് പറഞ്ഞത് കേട്ടതും, അച്ചമ്മ എന്തേ പറയുന്നത്? ഞാൻ പഠിക്കുകയല്ലേ അച്ചമ്മേ. ഇപ്പൊ ആരും എന്നെ പെണ്ണ് കാണാൻ വരണ്ട. അവരൊന്ന് വന്ന് പെണ്ണ് കണ്ടിട്ട് പൊയ്ക്കോട്ടെ മോളെ. എൻ്റെ മോൾക്ക് വന്ന മഹാഭാഗ്യാണിത്. അവർക്ക് എത്ര വലിയ ആൾക്കാരാണെന്നോ. ചെക്കൻ നേവി ഓഫീസറാണ്. അവർക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ചമ്മയ്ക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ല. എത്ര വലിയ മഹാഭാഗ്യമാണെന്ന് പറഞ്ഞാലും ഈ വിവാഹം എനിക്ക് ഇപ്പോൾ വേണ്ട
എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി കിട്ടിയിട്ടേ ഞാൻ വിവാഹം കഴിക്കൂ. മോളെ നീ പറയുന്നത് മനസ്സിലാക്കൂ. അവർക്ക് എത്ര വലിയ പണക്കാരാണെന്നോ. അവിടെ പോയ ജോലിക്ക് പോകേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാകില്ല. ഇനി അഥവാ ഇനി നിനക്ക് പഠിക്കണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാലോ. അവർ അതും പറഞ്ഞു. ഞാൻ നീ പഠിക്കാനെന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കുകയോ ജോലിക്ക് പോവുകയോ ഒക്കെ ചെയ്യാമെന്ന് പാർവതി പറഞ്ഞു. ചെക്കനും കൂടി ഇഷ്ടപ്പെട്ട ഒന്നും നോക്കണ്ട, എത്രയും വേഗം വിവാഹം നടത്തണം. അച്ചമ്മയ്ക്കിനി യാതൊരു ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കുട്ടിൻ്റെ കല്യാണം. അച്ചമ്മേ, എന്നെ കാണാനായിട്ട് അവർ ഇങ്ങോട്ട് വരണ്ട, എനിക്കിഷ്ടമല്ല. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അതൊക്കെ ഞങ്ങളോട് തീരുമാനിക്കാൻ. 4 തലമുറ ജീവിച്ചാലും തീരാത്ത സ്വത്തുണ്ട് അവർക്ക്. ആകെ ഒരു മകനും. ഇത്രയും നല്ല ബന്ധം വന്നിട്ട് അവൾക്ക് വേണ്ടത്രേ. അമല അടുത്ത ഞായറാഴ്ച അവരെത്തും. സിദ്ധു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ലക്ഷ്മി അമ്മ പറഞ്ഞു. എൻ്റെ വിവാഹം തീരുമാനിക്കേണ്ടത് നിങ്ങൾ ആരുമല്ല, ഞാനാണ്. അച്ചമ്മ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാം, ജോലിക്ക് പോകാം, അവർക്ക് സമ്മതമാണെന്ന്. ഇത് തന്നെയല്ലേ അച്ചമ്മ എൻ്റെ അമ്മയോടും പറഞ്ഞത്? എന്നിട്ട് എൻ്റെ അമ്മയെ പഠിക്കാൻ അയച്ചോ, ജോലിക്ക് പോകാൻ അയച്ചോ? ഇല്ലല്ലോ. പിന്നെ സ്വത്ത് മുതലുണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അത്രയും സ്വത്ത് മുതലൊന്നും വേണ്ട. എനിക്ക് അങ്ങനെ എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ ജീവിക്കുന്നതിനേക്കാൾ ഇഷ്ടം സ്വന്തം സമ്പാദ്യം ജീവിക്കാനാണ്. വിവാഹം കഴിഞ്ഞിട്ട് പഠിക്കാം, ജോലിക്ക് അയക്കാം എന്ന് പറയുന്നവരെ എനിക്ക് വിശ്വാസമില്ല. കാരണം എൻ്റെ അമ്മയുടെ ജീവിതം അങ്ങനെയാണെന്ന് അച്ചച്ചൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ജോലി ആയതിനു ശേഷം മാത്രം മതി ഒരു വിവാഹം. അത്രയും അവർക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു ജോലി ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറയൂ. അല്ലാതെ മറ്റൊരു അമലയാവാൻ എനിക്ക് താല്പര്യമില്ല. നന്ദന പറയുന്നത് കേട്ട് പത്രം വായിക്കുകയായിരുന്ന സിദ്ധുവിൻ്റെ അച്ഛൻ മിടുക്കി എന്ന് പറഞ്ഞ് കൈകൊട്ടി. അച്ചാച്ചൻ ഒത്തിരി സന്തോഷമായി മോളെ, നീയാണ് പെൺകുട്ടി. ഇങ്ങനെയാവണം ഓരോ പെൺകുട്ടിയും. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ചൈൽഡ്. താങ്ക് യു അച്ചാച്ച, നന്ദന പറഞ്ഞു. ലക്ഷ്മി അമ്മ അവിടെ നിന്നും ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങിപ്പോയി. നന്ദനയുടെ വാക്കുകൾ കേട്ട് അമലയ്ക്ക് അഭിമാനവും സന്തോഷവും തോന്നി. അമല സ്നേഹത്തോടെ നന്ദനയെ ചേർത്ത് പിടിച്ചു.